ഇന്ന് ഈ പുലർച്ചയിൽ നാട്ടുവണ്ടി ഓടിയെത്തിയത് പൊന്നാനിയിലെ നിളയോര പാതയിലാണ്. നിളയെ തൊട്ടുതലോടി പോകുന്ന മനോഹരമായ ഒരു യാത്രാവഴി. നല്ല ഭംഗിയായി അടിപൊളിയായി ഒരു റോഡാണ് നിളയോര പാത. നമ്മൾ പൊന്നാനിയെക്കുറിച്ച് ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്നത് ഈ നിളയോര പാതയും കർമ്മ റോഡും കർമ്മപാലവും ഒക്കെയാണ്. 5.8 കിലോമീറ്റർ നീളത്തിൽ ഏറ്റവും അടിപൊളിയായ, കണ്ടാൽ നമ്മൾ ഒന്ന് കൊതിയോടെ നോക്കി നിൽക്കുന്ന മനോഹരമായ റോഡ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം തന്നെ 36 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഒരു മനോഹരമായ പാലവുമുണ്ട്, കർമ്മ പാലം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ പാലം നിർമ്മിച്ചത്. പൊന്നാനിയുടെ മുഖം ഈ റോഡും ഈ പാലവും എങ്ങനെ മാറ്റിയെന്നാണ് നാട്ടുവണ്ടി ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നത്. ഒരു ഭാഗത്ത് ശാന്തമായി ഒഴുകുന്ന മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിള, മറുഭാഗത്ത് പൊന്നാനിയുടെ കര. അങ്ങനെ ഏറ്റവും സുന്ദരമായ ഒരു ഭൂമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. രാവിലെ നടക്കാറങ്ങിയതാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ പൊന്നാനി നിളയോരം? പൊന്നാനി അടിപൊളിയാണ്. ഈ കർമ്മ റോഡ് കുറച്ചും കൂടി ഇപ്പൊ ഭയങ്കര സ്വീകാര്യത ഉള്ള ഒരു വൈബാണല്ലേ? വൈബ് എന്ന് പറയുന്നത് അപ്പുറത്തേക്കാണ്. ഈ വീക്കെൻഡിലൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ. നമ്മുടെ ഒരു പൂരപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ പോലെ ചിലപ്പോൾ ബ്ലോക്ക് ഒക്കെ ആവാറുണ്ട്. ഇവിടെ ഒരുപാട് ഫുഡ് കോർട്ടുകൾ ഉണ്ട്. വികസനം വരുന്നുണ്ട് എന്നൊരു ഫീൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ വരുമ്പോൾ? ഉണ്ട് വന്നിട്ടും ഉണ്ട്, ഇനിയും വന്നോണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇനി കുറെ വരാനുണ്ട്. അപ്പൊ നമ്മളൊക്കെ അതിന്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളൊരു പാഷനും കൂടിയാണ് പൊന്നാനിനെ പുറത്തേക്ക് എത്തിക്കാൻ നല്ലത്. എങ്ങനെയുണ്ട് പൊന്നാനി? പൊന്നാനി വളരെ നല്ല പ്രതീക്ഷയിലാണ്. ഇടതുപക്ഷത്തിന് നല്ല സ്ഥാനാർത്ഥികളാണ് എല്ലാ വാർഡിലും. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ സീറ്റ് കിട്ടാനും സാധ്യത. എന്താണ് പൊന്നാനിയിൽ ഈ കഴിഞ്ഞ കുറെ നാളുണ്ടായ മാറ്റങ്ങൾ? എങ്ങനെയാണ് നിങ്ങൾ നിൽക്കുന്ന ഈ പാലം തന്നെ മാറ്റണം. ഈ പാലം ഏകദേശം ഇപ്പോൾ അടുത്ത കാലത്താണ് റിയാസ് ഉദ്ഘാടനം ചെയ്തത്. റോഡുകൾ നന്നായിട്ടുണ്ട്, സ്കൂളുകൾ നന്നായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കണം. പഴയ ഹോസ്പിറ്റൽ എത്രയോ ബെറ്ററാണ്. വികസനത്തിനാണ് അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും വിവാദത്തിനല്ല, വികസനത്തിനാണ് വോട്ട്. പൊതുവെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ പൊതുവെ എങ്ങനെ വിലയിരുത്തുന്നു? പൊതുവെ നല്ല പ്രവർത്തനമാണ്. നേരിട്ട് കാണാവുന്നതല്ലേ, നമുക്ക് എല്ലാവർക്കും നേരിട്ട് അനുഭവിക്കാവുന്നതാണ്. നേരിട്ട് അനുഭവിക്കാവുന്നതാണ്, നമ്മൾ തൊട്ടനുഭവിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു മാറ്റം പൊന്നാനിയിലും വന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും എല്ലായിടത്തും ഉണ്ട്. പൊന്നാനിയിൽ കൂടുതലാണെന്ന് തോന്നുന്നു. തുടർച്ചയായിട്ട് മൂന്നാം LDF സർക്കാർ വരുമോ എന്നതാണ്. എന്താണ് അതിലൊരു അഭിപ്രായം? തീർച്ചയായിട്ടും വരണം. രാവിലെ നടക്കാറങ്ങിയതാണോ? എങ്ങനെയുണ്ട് നിങ്ങളുടെ പൊന്നാനി? പൊന്നാനി ഉഷാറല്ലേ? ഉഷാറാണ്. പൊന്നാനിയിൽ ഉണ്ടായ മാറ്റങ്ങൾ എങ്ങനെയുണ്ട്? പൊന്നാനിയിൽ ഇപ്പൊ ഈ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ഭരണമാണല്ലോ. അതിന്റെ മാറ്റം നല്ല രീതിയിൽ പൊന്നാനിയിൽ എല്ലാ സ്ഥലത്തും കാണാനുണ്ട്. ഒരുപാട് വികസനങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മനസ്സിലെന്താ ആലോചിക്കാനുള്ളത്? അത് വേറെന്താ ആലോചിക്കാനുള്ളത്? നമ്മള് നമ്മളെ മൂന്നാം വട്ടം അതിൽ മാറ്റമൊന്നുമില്ല. ഒരു മാറ്റം നഗരസഭയിലും സംസ്ഥാനത്തും ഒരു സംശയമില്ലേ? അത് പച്ചവെള്ളം പോലെ എല്ലാവർക്കും, പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ? എന്താണ് അത്തരത്തിലൊരു ആത്മവിശ്വാസത്തിന്റെ കാരണം? ആത്മവിശ്വാസത്തിന്റെ തന്നെ വികസനം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ കാലം വരെ ഈ ഇത്രയും വലിയ വികസനം കേരളത്തിലും പൊന്നാനി മുനിസിപ്പാലിറ്റിയിലും ഉണ്ടായിട്ടില്ല. അപ്പൊ അതന്നെ അതിന്റെ കാരണം. ആ വികസനത്തിനാണോ വോട്ട്? ആ വികസനത്തിനോട്ട്. പൊന്നാനിയുടെ ഇനിയുള്ള കാലത്തെ വികസനം ടൂറിസം മേഖലയെ കേന്ദ്രീകരിച്ചാണെന്നുള്ള ഒരു ബ്രാൻഡാക്കി മാറ്റുക. യെസ് പൊന്നാനി ടൂറിസം, പ്രത്യേകിച്ച് പൊന്നാനിയിലെ ഒരു വൈബ് ന്യൂജൻ ആകെ തന്നെ ആസ്വദിക്കുന്നതായിരുന്നു. ഇവിടെ മാത്രമല്ല, അത് പുളിക്കക്കടവിൽ ബിയ്യങ്കായൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെ അഡ്വഞ്ചർ ടൂറിസത്തിനുള്ള വലിയ വാതായനമാണ് തുറക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പൊന്നാനി ഒരു ബ്രാൻഡാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്നാണ് ചെയർമാൻ ശിവദാസൻ നമ്മളോട് പറഞ്ഞത്. ഏതായാലും അവർ മുന്നോട്ട് പോകട്ടെ, ഞങ്ങളും മുന്നോട്ട് പോവുകയാണ്. നമുക്ക് മറ്റൊരിടത്ത് കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം. നാട്ടുവണ്ടി യാത്ര തുടരും.